ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിധവകളെ പറ്റിയിട്ടാണ്. വൈധവ്യം എന്ന് പറയുന്നത് ഒരു ശാപമാണ് എന്നുള്ളതാണ് സത്യം. ചിലർക്കത് ശാപമാണ്, ചിലർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഉപയോഗിക്കാൻ അറിയുന്നവരുടെ കയ്യിൽ വൈധവ്യം കിട്ടിയാൽ അത് അവർ ഉപയോഗിക്കും. അതിപ്പോൾ വൈധവ്യം എന്ന് മാത്രമല്ല, എന്ത് സാധനവും അങ്ങനെ തന്നെയാണ്. ഉപയോഗിക്കാൻ അറിയുന്നവരെ കിട്ടണം, അല്ലാത്തവരിൽ അത് കിട്ടിയാൽ ഒരു കുന്തത്തിനും കൊള്ളത്തില്ല എന്നുള്ളത് വസ്തുത. എന്തുകൊണ്ടാണെന്ന് വൈധവ്യത്തിനെ പറ്റി ഒരു കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നൊരു വിധവയുടെ ഒരു വീഡിയോ കാണാനിടയായി. അതും 24-ലെ അങ്ങേര് തന്നെ അതെടുത്ത് പബ്ലിഷ് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിന് മുമ്പ് ഒരു ആമുഖം പറയാം. ഇപ്പോൾ എന്നെ പോലെ ഒരാൾക്ക് ഞാൻ ഷോക്കഡായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ വയസ്സിൽ ഞാൻ അങ്ങനെ ആകും എന്നുള്ളത്. ഒറ്റപ്പെട്ടു പോകുന്നെന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ, ഭീകരമാണ്, അതിഭയാനകമാണ്. പക്ഷെ ഓവർകം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ പേരിൽ ഇപ്പം നമ്മൾ നമ്മുടെ കൂടെ ജീവിച്ച വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നൊരു റെസ്പെക്റ്റാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം അതിൽ കൂടെ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഹസ്ബൻഡ് മരണപ്പെട്ടു, അടുത്ത മാസം തന്നെ നമ്മൾ ഒരുങ്ങി കെട്ടി പൂവൊക്കെ വെച്ച് അങ്ങ് റോഡിലോട്ട് ഇറങ്ങി നിന്നിട്ട് ഞാനിങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ വിധവയാണ്, വിധവ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നാൽ നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഭർത്താവിനെ തന്നെയാണ്. മരണപ്പെട്ടു പോയ ആ വ്യക്തിക്കുള്ള ഒരു ഇതാണ്, ഒരു അല്പമൊക്കെ ഒരു ഇത് കാണിക്കാം എന്നുള്ളതാണ്. നമ്മളെ പലരും കാണുന്നത് അദ്ദേഹത്തിൻ്റെ വിധവ എന്നുള്ള രീതിയിലാണെങ്കിൽ അവർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നുള്ളതൊരു വസ്തുത. അപ്പോൾ എങ്ങനെ ഈ നടക്കുന്ന ലുക്ക് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് ഇതൊന്നും അല്ല. അത് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അറിയത്തില്ല. പൊതുവിൽ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാകും ഈ പറയുന്ന വ്യക്തിക്ക് ആ വ്യക്തിയോട് എത്രത്തോളം പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് അദ്ദേഹം മരിച്ച ശേഷം പിന്നെ കാണിക്കുന്ന പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആളുകൾക്ക് മനസ്സിലാകുക ആ വ്യക്തിയോട് ഈ വ്യക്തിക്ക് എത്രത്തോളം കൺസേൺ ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഒരുപാട് തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ സത്യം തല പൊങ്ങാൻ തന്നെ മിനിമം ഒരു കൊല്ലം എടുക്കും. അത്ര ബുദ്ധിമുട്ടായിരിക്കും. അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. അതിപ്പം വേറെ ഏത് റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. ഈ മമ്മൂട്ടി പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോൾ വേണോലും പിരിയപ്പെടാം അല്ലെങ്കിൽ എപ്പോൾ വേണോലും പറിച്ചെറിയപ്പെടാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ പറയുന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. അങ്ങനെ ഇരിക്കെ, അങ്ങനെ ഉള്ളപ്പോൾ ആ റിലേഷൻഷിപ്പിൽ കൂടെയാണ് നമുക്ക് ഒരുപാട് റിലേഷൻസ് വരുന്നത്. കുഞ്ഞുങ്ങൾ, അമ്മ, അച്ഛൻ, ഇങ്ങനെ കുറേ റിലേഷൻഷിപ്പ് വരുന്നത് അതിൽ കൂടെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട്. അത് കറക്റ്റാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു പൊസിഷനാണ് ഈ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഹസ്ബൻഡിന് വേറെ പോകാം, ഭാര്യയ്ക്ക് വേറെ പോകാം. ബട്ട് അത് ഇൻ ദ സെൻസിൽ ഭയങ്കര ഡീപ്പിലാണ് നമ്മൾ അവരോടുള്ള സ്നേഹം വെക്കുന്നതെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു ബന്ധമില്ല. ഭാര്യയ്ക്ക് അമ്മ, അനിയത്തി, ചേട്ടത്തി, ഭാര്യ, ഇത്രയും പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഭർത്താവിന് അച്ഛൻ, അനിയൻ, ചേട്ടൻ, മകൻ, എല്ലാ പൊസിഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് ദ മെയിൻ ടൈം ഭർത്താവും ആകാൻ പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഡെപ്ത് ഉള്ളതാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഒരാൾ വിട്ടു പോകുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു മര്യാദ എന്ന രീതിയിൽ ദ തേർഡ് പാർട്ടിയെ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നത്. പൊതുവിൽ ഇത് പെണ്ണുങ്ങൾക്കാണ് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നത് കേട്ടോ. പെൺകുട്ടികൾക്ക് ആണ് പറയുന്നത് ഭർത്താവ് മരിച്ചിൽ ഇത്തിരി അച്ചടക്കത്തിൽ നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് പെണ്ണുങ്ങളോടാണ്. തിരിച്ച് ആണുങ്ങളോട് അത് ചോദിക്കത്തില്ല. പകരം പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം ആലോചിക്കും. കാരണം കുഞ്ഞുങ്ങൾ തനിച്ചായി പോയി, കുട്ടികളെ നോക്കാൻ ഒരാൾ വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു ലേഡി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിപ്പ സമയത്ത്, ഒരു നേഴ്സ്. അവർ മരിച്ച ഉടനെ തന്നെ ആ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു. ഇപ്പോഴും നമുക്കൊക്കെ ആ സ്ത്രീയുടെ ഒരു ലെറ്ററിങ്ങും അതിനകത്ത് എഴുതിയിരുന്ന കാര്യങ്ങളും അതേപോലെ അവർ പറഞ്ഞ കുറേ കാര്യങ്ങളും ഒരു ഭർത്താവിനോട് സംസാരിച്ച കുറേ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ എനിക്കിപ്പോഴും ഭയങ്കര ഒരു സങ്കടത്തോടു കൂടിയാണ് ആ സ്റ്റോറി കാണാൻ പറ്റുന്നത്. ബട്ട് അദ്ദേഹം അതിൽ നിന്നും ഓവർകം ചെയ്തു. സൊസൈറ്റി ആണുങ്ങൾക്കൊരു കൺസേൺ കൊടുക്കും, പെണ്ണുങ്ങൾക്കൊരു കൺസേൺ കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് സൊസൈറ്റിയേക്കാൾ ഉപരി സ്ത്രീകൾക്കൊരു സൈക്കോളജി ഉണ്ട്. പെണ്ണുങ്ങൾക്ക് എപ്പോഴും നമുക്കിതൊരു ശാരീരിക ആവശ്യമല്ല, ഭർത്താവ് എന്നതൊരു മാനസികമായ ആവശ്യമാണ്. മനസ്സുകൊണ്ട് നമ്മളതിനകത്ത് ഇഴുകി ചേർന്നിട്ടില്ല വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അല്ലാത്തവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില അവിഹിതങ്ങൾ വരുമ്പോൾ പെണ്ണുങ്ങളിൽ ഒരു മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? ഒരേ സമയം രണ്ടുപേരെ പറ്റത്തില്ല എന്നൊക്കെ ഇത് സിനിമകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാലിന് ക്യാൻസർ, മമ്മൂട്ടിക്ക് ക്യാൻസർ വരുന്നൊരു സിനിമയില്ലേ, അതിനകത്ത് സുകന്യ ഇങ്ങനെ ഒരു സാധനം വരത്തില്ലേ,
സുകന്യ തന്നെയാണോ, പേര് കറക്റ്റ് അറിയില്ല. ആ നടി പറയുമല്ലോ, എനിക്ക് ഇപ്പോൾ ഒരേ സമയം രണ്ടുപേരെ പറ്റത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. ആണുങ്ങൾക്കാണെങ്കിൽ അതൊരു പ്രശ്നമില്ല. അതെന്തുകൊണ്ടാണെന്നൊക്കെ ചിന്തിക്കണം. അതൊക്കെ ഒരു വലിയ സബ്ജക്റ്റാണ്, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം നമുക്കിവിടെ കേൾക്കാം. പറ ശ്രീകണ്ഠേശ്വര, ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ ഈ ഒരു വാർത്ത വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതിലേക്ക് പോവാം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ അനിവയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ അനിവയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില, അതുപോലെ തന്നെ കൊച്ചിൻ അനിവയുടെ മക്കളായ സഫയും മറവയും താമസിക്കുന്നത്. കൊച്ചിൻ അനിവയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. വെണ്ണൽ അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മചിത്രങ്ങൾ. മക്കളായ സഫയും മറവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മറവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്നം കൂടൊരുക്കി. ഒരു രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ അനീഫ്കായുടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അനീഫ്ക ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ അനീഫ്കാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനുവേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മറവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. ഞാൻ CA തന്നെ പഠിക്കുന്നത്. ഞാൻ CS ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ ഫിറോസ് മാളിയേക്കൽ. ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇന്നോവ കാർ എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാൻ്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. ആരുടെ മുന്നിലും കൈനീട്ടാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല. ആ തലയെടുപ്പ് വെണ്ണലയിലെ കൊച്ചിൻ ഹനീഫാസ് AB മൻസിലിനുമുണ്ട്. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം അലക്സ്. സോ എ ഗ്രേറ്റ് തിങ്. അത് ദിലീപ് ചെയ്ത ഒരു നല്ല കാര്യമാണ്. അത് മറ്റാർക്കും തോന്നിയില്ല എന്നുള്ളത് വസ്തുത. എനിവേ, അങ്ങനെ തോന്നിയിട്ടും കാര്യമില്ല എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമല്ലേ. അഭിമാനബോധമുള്ള സ്ത്രീയാണത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് കുട്ടികളുണ്ടായെന്ന് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. കറക്റ്റ് എനിക്കറിയത്തില്ല. വിവാഹം കഴിഞ്ഞ് 11 വർഷമോ കഴിഞ്ഞ ശേഷമാണ് അവർക്ക് കുട്ടികളുണ്ടായത്. ഇപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ ഉണ്ടായി. 4 വയസ്സുള്ളപ്പോൾ, കുഞ്ഞുങ്ങൾക്ക് 4 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നു. 16 വർഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ആ സ്ത്രീ ഇന്നവരെ ഒരു വൾഗാരിറ്റിയും കൊണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ടില്ല. ഷീ ഈസ് ഗ്രേറ്റ്. ആ കാര്യം നമ്മൾ പറയാതെ പോകരുത്. അത് അദ്ദേഹത്തിനോട് അവർ കൊടുത്ത ഒരു റെസ്പെക്റ്റാണ്. 2 പെൺമക്കളെ വളർത്തി ആളാക്കാൻ അവർ കഷ്ടപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കും. അത്യാവശ്യം നല്ല സ്വത്തൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് കൊച്ചിൻ ഹനീഫ. അല്ലെങ്കിൽ തന്നെ ഈ അമ്മ സംഘടന നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് എവിടെയോ കൊണ്ടെത്തിക്കേണ്ടതാണ്. ഫ്രീ വേണ്ട എന്ന് തീരുമാനിച്ച് അവർ തന്നെ എഫർട്ട് എടുത്ത് ആ ഒരു 18 വയസ്സ് വരെ, കുട്ടികൾക്ക് 18 ആകുമ്പോഴേ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ റിലീസ് ചെയ്ത് കിട്ടുള്ളൂ. അത് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. കുടുംബത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നും എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ഒരു വീട്, 3 നില വീട് ഉണ്ടാക്കി അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ, മുന്നോട്ടുള്ള ജീവിതം അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്ത സഹോദരൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ പണ്ട് മുൻപുള്ള കാര്യങ്ങളാണ് കേട്ടോ, കുറേയൊക്കെ മുൻപാണ്. ഇപ്പോൾ കുറേയൊക്കെ പെണ്ണുങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഒരുപാട് ശല്യം ചെയ്യാറില്ല. മെയിൻ റീസൺ ഇത് തന്നെയാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തൊരു പെൺകുട്ടി പെട്ടെന്ന് വൈധവ്യത്തിലേക്ക് വന്നാൽ അവളെ നമുക്ക് ചുമക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ പെട്ടെന്ന് അവളെ മറ്റൊരു വിവാഹത്തിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ ചേട്ടൻ മരിച്ചാൽ അനിയനെ കൊണ്ട് കെട്ടിക്കുന്ന രീതിയും ഉണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവരുടെ ഇഷ്ടത്തിന് നിലകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്ത ആ സഹോദരൻ കൂടെ നിന്നതിൻ്റെ ഒരു പരിണത ഫലവും കൂടിയാണ് ഇത്. അത്രയും സപ്പോർട്ടോടുകൂടി അവർ നിന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അവരുടെ മരണപ്പെട്ടു പോയ പിതാവ് ആഗ്രഹിച്ച രീതിയിൽ അതുങ്ങളെ പഠിപ്പിച്ച് ലെവലിലെത്തിക്കുകയും ചെയ്ത് ആരുടെയും മുന്നിൽ ഭിക്ഷ എടുക്കാതെ അന്തസ്സായിട്ട് ആ കുട്ടികളെ വളർത്തി എന്ന് പറയുമ്പോൾ ആ സ്ത്രീ അഭിമാനത്തോടു കൂടി തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കണം. ഇതിനെയൊക്കെയാണ് നമ്മൾ കണ്ണുമടച്ച് പറയേണ്ടത് വിധവകൾ എന്ന്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഹസ്ബൻഡിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റാണത്. ഇതേപോലെ കലാഭവൻ മണിയുടെ മകളെയും എടുത്തു നോക്കുക. ആ കുട്ടിയെ MBBS പഠിപ്പിക്കണമെന്ന് അയാളുടെ ആഗ്രഹമായിരുന്നു. ഒരുപക്ഷെ ഫിനാൻഷ്യലി സൗണ്ടായ മണിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്. അവർക്ക് വേറെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ഒരു ഇൻ്റർവ്യൂ പോലും കൊടുത്ത് ആളുകളുടെ മുമ്പിൽ പട്ടി ഷോ കാണിക്കാനായിട്ട് ആ സ്ത്രീയും വരുന്നില്ലല്ലോ. അവരൊക്കെ സത്യം പറഞ്ഞ വിധവകളെന്ന് പറയുമ്പം അഭിമാനം തോന്നുന്നു. അതാണ് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ. ഇപ്പം നമുക്ക് തന്നെ അവരുടെ ആ ഒരു അവർ പോയി അല്ലെങ്കിൽ നമ്മളെ വിട്ടു പിരിഞ്ഞു എന്നുള്ളത് നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തപ്പോൾ ആ സ്ത്രീകൾക്ക് അത് എത്രത്തോളം പ്രോബ്ലം ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. റിയാലിറ്റി അതാണ്. അവിടെയാണ് റിയാലിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും പല തെറിക്കിളവികളും തെറി കേൾക്കുന്നത്. തെറി അറിയുന്ന തെറിക്കിളവികൾ, വൈകല്യത്തെ കളിയാക്കുന്ന തെറിക്കിളവികൾക്ക് തെറി കേൾക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നവാസിൻ്റെ വൈഫും പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഒരു ഫംഗ്ഷനോ എന്തോ ഒരു നവാസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വരുമ്പം അവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വന്നത് അതിനല്ല, എന്നെ ശല്യം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ആ കുട്ടി ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നല്ല പാടുപെടും. കാരണം അവർ അത്രത്തോളം ഇഴയെടുപ്പമുള്ള 2 പേരായിരുന്നു എന്നവരുടെ മക്കളിൽ നിന്ന് തന്നെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഇതൊക്കെ പിന്നെ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ഈ കൊച്ചിൻ ഹനീഫയുടെ കേസും ഏകദേശം അതുപോലെ സിമിലർ തന്നെയാണ്. സെയിം നവാസിൻ്റെ അതേ ഇത് തന്നെയാണ്. പക്ഷെ അവർ രണ്ടുപേരും ഒരേ ഫീൽഡ് ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ നമ്മുടെ ഭർത്താവിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ട ശേഷം പിന്നെ നമ്മൾ ജീവിക്കുന്ന ആ ജീവിത ശൈലി, ആ രീതി. ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയാം. ഒരു ടീച്ചർ ഈ ഇടയ്ക്ക് പിന്നെ ഈ IVF ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ബീജമൊക്കെ എടുത്ത് വെച്ച ശേഷം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം മരിച്ച ശേഷം 6 മാസങ്ങൾക്കിപ്പുറം ആ സ്ത്രീ ഗർഭിണിയായി. അത് ആ IVF ട്രീറ്റ്മെൻറ്റ് അവർ ഫോളോ അപ്പ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ തന്നെ ബീജമെടുത്ത് അവർ ഗർഭിണിയാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 കുട്ടികളുമായിട്ട് അവരുമുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഇങ്ങനെ എമ്പാടും ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അവർക്ക് മറ്റൊരു ജീവിതം വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ്, തോന്നിയാൽ ചെയ്യണം. നമുക്കങ്ങനെ ഒരാളെ തോന്നിയാൽ തീർച്ചയായിട്ടും ചെയ്യണം. ഞാനൊക്കെ അങ്ങനെ തന്നെ ചെയ്യാൻ തന്നെ പറയും. മറ്റൊരു വിവാഹം കഴിക്കാൻ തന്നെ പറയും. ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ മറ്റൊരു വിവാഹം ചൂസ് ചെയ്യുന്നത് ബെസ്റ്റ് തിങ് ആണ്. ഒറ്റയ്ക്ക് ജീവിക്കരുത്. നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, വാശിക്ക് തോന്നും. പക്ഷേ പിന്നീട് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ മക്കൾ തലയെടുത്ത ശേഷം, മക്കളുടെ കാര്യത്തിൽ ഒരു സേഫ് സോണിൽ കൊണ്ടാക്കിയ ശേഷം അങ്ങനെയൊന്ന് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല 100% നമുക്ക് ആ വിവാഹ ബന്ധത്തോട് നീതി പുലർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ ഭർത്താവ് മരണപ്പെട്ട കുട്ടികൾ വിവാഹം കഴിച്ചതൊരു കുറ്റമാണോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗമില്ല. ചിലപ്പോൾ അവരുടെ ഗതികേടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ടാവാത്തതായിരിക്കാം. ചിലർ അത്രയും ഡെപ്തിൽ ആ വിവാഹബന്ധം ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് അവരാരും തെറ്റ് ചെയ്തു എന്ന ഭാഗം എനിക്കില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നതാണ്, നമ്മളുടെ ജീവിതശൈലി അത് നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. ഇപ്പം അമ്മമാർ, നമ്മളപ്പം പെൺകുട്ടികൾ തെറ്റ് ചെയ്താൽ അമ്മമാരെയാണ് തെറി പറയുക, ശരിയല്ലേ? പറയും. കാരണം മക്കളെ വളർത്തിയപ്പോൾ നിങ്ങൾക്ക് പിഴവ് പറ്റിയത് കൊണ്ടാണ് മക്കൾ നിങ്ങളെ തലകുനിക്കുന്ന രീതിയിൽ പെർഫോമൻസ് നടത്തുന്നത്. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ആ പെർഫോമൻസ് നമ്മുടെ പേരൻസിനെ തെറി വിളിക്കാനുള്ളതാകരുത് എന്നുള്ള ചിന്തയിൽ അങ്ങനെ വളർത്തണം, അങ്ങനെ വളരണം. അതല്ലേ വേണ്ടത്? മക്കളെ കൊണ്ട് അഭിമാനിക്കാൻ കഴിയുന്നത് ഒരു വലിയ സന്തോഷമാണ്. എനിക്കതിൽ ഭയങ്കര അഭിമാനമാണ് കേട്ടോ. ഒരു തെറ്റിൽ, ഒരു മിസ്റ്റേക്കിലും അവർ പോകില്ല എന്നൊരു ധൈര്യം എനിക്ക് തന്നത് അവർ തന്നെയാണ്. അവർ പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ കണ്ണീര് കാണാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊന്നും പോകാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. ഇനി ബൈ മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നാൽ തന്നെ അതിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്നത് ആരെക്കാൾ ഉപരി ഞങ്ങൾ തന്നെയായിരിക്കും. അമ്മയെ കരയിക്കേണ്ടി വന്നല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഓരോ റിലേഷൻഷിപ്പിന് നമ്മൾ കൊടുക്കുന്ന മൂല്യം നമ്മളുടെ ജീവിത രീതിയിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ചിലരൊക്കെ പറയും കയറ് വിട്ടു, കയറ് പൊട്ടിച്ചു, കയറ് ഊരി എന്നൊക്കെ. അതൊക്കെ ഈ പരുവത്തിൽ തോന്നുന്ന തമാശകളാണ്. അതിനേറ്റു പറയുന്ന മുതുക്കിക്ക് ഇപ്പം മനസ്സിലാവത്തില്ല ഞാൻ പറഞ്ഞതിൻ്റെ ഡെപ്ത്. ഫ്യൂച്ചറിൽ മനസ്സിലാകും. അത്രയേ ഉള്ളൂ. എൻ്റെ കാര്യവും എൻ്റെ ജീവിതശൈലിയും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറയുന്നത്. ആ ചാനലിലേക്ക് വന്ന് എത്തിച്ചാടി കുതികാൽ വർത്തമാനം പറയാൻ വരുന്നവർക്ക് ഞാൻ കൃത്യമായ മറുപടി കൊടുക്കും. ബിക്കോസ് എൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ്, എൻ്റെ ജീവിത രീതിയാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു അഭിപ്രായമേ എൻ്റെ ചാനലിൽ കൂടെ വരികയുള്ളൂ. ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്ന വ്യക്തിയുമാണ്. സോ
അത് തന്നെയാണ് എൻ്റെ പോയിൻറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയെ പറ്റി, കൊച്ചിൻ ഹനീഫയെ പറ്റി ഓർമ്മകളുള്ളവർക്ക് അക്കാര്യം കമൻറ്റിൽ പറയാം. നിങ്ങൾ കമൻറ്റ് എഴുതുമ്പോൾ ഞാനും എൻകറേജ് ആകും. തെറി കമൻറ്റുകൾ ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, എനിക്ക് ഇവറ്റോളോടെ കിടന്ന് തിരിച്ച് തെറി വിളിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർ അതങ്ങനെ എന്നെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ മറുപടിയൊക്കെ എനിക്കുണ്ട്. തെറിക്കിളവികൾ, വൈകല്യത്തെ കളിയാക്കുന്ന തെറി മുതുക്കികൾക്കും നല്ല മറുപടി തരാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.